ധനഹ മൂന്നാം ബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. അന്ധനെ സുഖമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പ്രവർത്തിച്ച 7 അത്ഭുതങ്ങളിൽ 6-ാമത്തെ അത്ഭുതമാണ് ഇന്ന് നാം വായിച്ച് ധ്യാനിക്കുന്നത്. പ്രകാശവുമായി ബന്ധപ്പെട്ട കൂടാര തിരുനാൾ ദിനത്തിൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന അവന്റെ പ്രഖ്യാപനം പ്രതീകാത്മകയായി പ്രാവർത്തികമാക്കുന്ന ഒരു അത്ഭുതമാണ് ജന്മന അന്ധനായിരുന്ന ഒരുവന്റെ കണ്ണിന് വെളിച്ചം നൽകുന്ന ഈ സംഭവം. വാചകം വചനമാകുന്നതും ലോഗോസ് റേമയാകുന്നതുമാണ് നാം ഇവിടെ കാണുന്നത്. ഇതോടെ ബാഹ്യമായ കാഴ്ചയുള്ളവർ ആത്മീയാന്ധത ബാധിച്ചവരും അന്ധരായവർ യഥാർത്ഥ കാഴ്ചയുള്ളവരുമായി മാറുന്നു. ആ അന്ധയാചകന് തനിക്ക് കാഴ്ച നൽകിയ ആൾ യേശു എന്നു പേരുള്ള ഒരുവൻ മാത്രമായിരുന്നു. പിന്നീട് ആ അവബോധം വളർന്ന് അത് പ്രവാചകനായും ദൈവത്തിൽ നിന്നുള്ളവനായും അവസാനം ആരാധനയ്ക്ക് അർഹനായ കർത്താവായും പടിപടിയായി വളരുന്നു. സമരിയാക്കാരിയുടെ സംഭവത്തിലും ഇതേ വളർച്ച തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിട്ടുള്ളത്. കളിമണ്ണ് കൊണ്ട് പൂർണ്ണതയുള്ള ആദ്യത്തെ സൃഷ്ടിച്ച ദൈവം ഇന്നിതാ ചെളിമണ്ണ് കൊണ്ട് അപൂർണനായ ഒരു മനുഷ്യനെ ശരീരത്തിലും ആത്മാവിലും പൂർണ്ണതയുള്ള ഒരു സൃഷ്ടിയാക്കി മാറ്റുന്നു. പൂർണ്ണരെന്നും യോഗ്യരെന്നും സ്വയം വിശേഷിപ്പിച്ചിരുന്ന യഹൂദരുടെ വികലമായ നിയമാനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് സാബത്ത് നാളിൽ മനുഷ്യനാണ് സാബത്തിനേക്കാളും ഉയർന്നവൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് സാബത്ത് ശരിയായ വിശ്രമമായി മാറുന്നത് എന്ന പാഠമാണ് യേശു ലോകത്തോട് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്.